വെറും നെഞ്ചുവേദന എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ് എന്റെ ചേട്ടന്. ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ അവർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഓക്സിജൻ കുറവ്, ഓക്സിജൻ കൊടുത്തു. അത് വേണമെന്ന് പറഞ്ഞ് പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്ത് ഹാർട്ട് അറ്റാക്കിന്റെ സിമ്മലുണ്ട്. അവർ രണ്ടും പോസിറ്റീവ്, ഹാർട്ട് അറ്റാക്ക് ആണെന്ന് അവർ കൺഫേം പറഞ്ഞു. ജൂനിയർ ഡോക്ടർ, സീനിയർ ഡോക്ടർ എല്ലാം നോക്കി. കാർഡിയോ ജൂനിയർ ഡോക്ടർ വന്ന് പറഞ്ഞ് ഈ റിപ്പോർട്ട് എല്ലാം സീനിയർ ഡോക്ടർ രാജേഷിന് അയച്ചു കൊടുത്ത്. കാർഡിയോ ഇവിടുത്തെ സീനിയർ ഡോക്ടർ രാജേഷിന് അയച്ചു കൊടുത്ത രാജേഷ് ഡോക്ടർ പറഞ്ഞത് ഒരു പ്രശ്നമില്ല, ഈ പേഷ്യന്റിന് കാർഡിയോയായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ എന്റെ ചേട്ടനെ വിളിച്ച് പറയാണ്, ഒരു പ്രശ്നമില്ല ചേട്ടാ, നമ്മളെ ഇവിടെ ആശുപത്രിയിൽ നിന്ന് വിടാൻ പോവുകയാണ്, ഒരു പ്രശ്നമില്ലെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ വയലന്റ് ആയി തുടങ്ങി. ഇതെല്ലാം അവർ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. രണ്ട് ഡോക്ടർമാരെ കൺമുമ്പിൽ വെച്ച് കണ്ടുകൊണ്ടിരിക്കണം. ഒരു റിയാക്ഷനും ഇല്ല അവർക്ക്. രണ്ട് ഓക്സിജൻ മാസ്ക് അല്ലാതെ അവർ വേറെ ഒന്നും വെച്ചിട്ടില്ല. കേരളത്തിൻ്റെ തലസ്ഥാനത്ത് 2 ഹോസ്പിറ്റലുകൾ കേന്ദ്രീകരിച്ച് നടന്ന വലിയ ഒരു ചികിത്സാ പിഴവിലൂടെ ഒരു മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, മനുഷ്യജീവന് വില ഒന്ന് തന്നെയാണ്. അത് അമേരിക്കൻ പ്രസിഡന്റ് മുതൽ അത് ഇന്ത്യയുടെ ഭരണാധികാരികളാണെങ്കിലും മുതൽ ചെറിയ തൊഴിലാളികൾ ആണെങ്കിൽ വരെ മനുഷ്യൻ്റെ ജീവൻ ഒന്ന് തന്നെയാണ്, ജീവൻ്റെ വില ഒന്ന് തന്നെയാണ്. ഇത്തരത്തിൽ വളരെ കാലം ഈ ലോകത്ത് ജീവിച്ചിരിക്കേണ്ട ഒരു വിലപ്പെട്ട മനുഷ്യജീവൻ ആശുപത്രിയിലെ അനാസ്ഥ മൂലം മരണപ്പെട്ടു. ഹൃദ്രോഗവുമായി വന്ന് അറ്റാക്കുണ്ടായ ഒരാൾക്ക് പിന്നീട് ഒരു ഹോസ്പിറ്റലിൽ നിന്നും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അതിനുശേഷം മണിക്കൂറുകളോളം ചികിത്സ നൽകാതെ, ആൻജിയോഗ്രാം പോലും ഇല്ലാതെ, പരിശോധനകളില്ലാതെ ആൻജിയോഗ്രാം ചോദിച്ചപ്പോൾ മിഷൻ കംപ്ലൈന്റ്. ഇത്രയും വലിയ ഹോസ്പിറ്റലാണ്, ആൻജിയോഗ്രാം ചോദിച്ചപ്പോൾ മിഷൻ കംപ്ലൈന്റ്. ആ പേഷ്യന്റ് പറഞ്ഞ മറുപടി ഹോസ്പിറ്റലിന്റെ പേര് ഇന്ന് മെഡിക്കൽ സൂപ്രണ്ടും പറഞ്ഞതാണ്, നമ്മളെ മിഷൻ കംപ്ലൈന്റ് ആണ്, നിങ്ങൾ അറിയിക്കണം ആവശ്യം. അക്ഷയ് ഡീറ്റെയിൽ പറയണം. ഇന്നലെ ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ നിന്ന് 12 മണിയായപ്പോൾ കൊണ്ടുവന്നതാണ്. വെറും നെഞ്ചുവേദന എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ് എന്റെ ചേട്ടന്. ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ അവർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഓക്സിജൻ കുറവ്, ഓക്സിജൻ കൊടുത്തു. അത് വേണമെന്ന് പറഞ്ഞ് പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്ത് ഹാർട്ട് അറ്റാക്കിന്റെ സിമ്മലുണ്ട്. അവർ രണ്ടും പോസിറ്റീവ്, ഹാർട്ട് അറ്റാക്ക് ആണെന്ന് അവർ കൺഫേം പറഞ്ഞു. ആൻജിയോഗ്രാം ചെയ്യണം, അവിടെ ആൻജിയോഗ്രാം ഇല്ല, നിങ്ങൾ അടുത്ത പെട്ടെന്ന് ഹോസ്പിറ്റലിൽ SKയിലോട്ട് പോകാൻ പറഞ്ഞു. നമ്മൾ പറഞ്ഞു ശ്രീചിത്രയിൽ പോകാമെന്ന്. അവർ പറഞ്ഞു വേണ്ട, ഇവിടെ തന്നെ SKയിൽ തന്നെ പോകണമെന്ന് പറഞ്ഞ് SKയിലോട്ട് വിട്ട്. SKയിൽ 1 മണിയായപ്പോൾ ഇവിടെ വന്ന് 1 മണിയായപ്പോൾ വന്നപ്പോൾ നമ്മളെ ജൂനിയർ ഡോക്ടർ, സീനിയർ ഡോക്ടർ എല്ലാം നോക്കി. കാർഡിയോ ജൂനിയർ ഡോക്ടർ വന്ന് പറഞ്ഞ് ഈ റിപ്പോർട്ട് എല്ലാം സീനിയർ ഡോക്ടർ രാജേഷിന് അയച്ചു കൊടുത്ത്. കാർഡിയോ ഇവിടുത്തെ സീനിയർ ഡോക്ടർ രാജേഷിന് അയച്ചു കൊടുത്ത രാജേഷ് ഡോക്ടർ പറഞ്ഞത് ഒരു പ്രശ്നമില്ല, ഈ പേഷ്യന്റിന് കാർഡിയോയായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ എന്റെ ചേട്ടനെ വിളിച്ച് പറയാണ്, ഒരു പ്രശ്നമില്ല ചേട്ടാ, നമ്മളെ ഇവിടെ ആശുപത്രിയിൽ നിന്ന് വിടാൻ പോവുകയാണ്, ഒരു പ്രശ്നമില്ലെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ വയലന്റ് ആയി തുടങ്ങി. ഇതെല്ലാം അവർ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. രണ്ട് ഡോക്ടർമാരെ കൺമുമ്പിൽ വെച്ച് കണ്ടുകൊണ്ടിരിക്കണം. ഒരു റിയാക്ഷനും ഇല്ല അവർക്ക്. 2 ഓക്സിജൻ മാസ്ക് അല്ലാതെ അവർ വേറെ ഒന്നും വെച്ചിട്ടില്ല. 2 ഓക്സിജൻ മാസ്ക് അല്ലാതെ 5 മണിക്കൂറോളം അവിടെ ഇട്ടുകൊണ്ട് കിടത്തി. നമ്മൾ 5 മണിക്കൂറോളം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടിയാണ്. 5 മണിക്കൂറോളം. 5ാമത്തെ മണിക്കൂറായപ്പോൾ പുള്ളി വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി, പുള്ളിക്ക് ഫിക്സ് വരാൻ തുടങ്ങി. ഒരു കുഴപ്പമില്ല, വേറെ ആൻജിയോഗ്രാം തീരാന്നുള്ള കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ആൻജിയോഗ്രാമിന് നിങ്ങൾ ആലോചിച്ച് നോക്കണം, അവിടുത്തെ ഡോക്ടർ പറഞ്ഞാൽ ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടുമെന്ന്. വേറെ ആൻജിയോഗ്രാമിൽ തീരാന്നുള്ള കാര്യം. ഇന്നലെ ഇവിടുത്തെ മിഷൻ കംപ്ലൈന്റ് ആയിരുന്നു. അത് ഇവർ വരുമ്പോൾ നമുക്ക് പറയാമായിരുന്നു, നമ്മൾ വേറെ ആശുപത്രി കൊണ്ടുപോകരുത്, നമുക്ക് ഇവിടെ തന്നെ ചികിത്സിക്കണോ നിർബന്ധമില്ല. അത് അവർ പറഞ്ഞിട്ടില്ല. അവസാനം 5ാമത്തെ മണിക്കൂർ 5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 5ാമത്തെ മിനിറ്റിൽ അവിടുത്തെ കാഷ്വാലിറ്റി ഡോക്ടർ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകണതാണ് നല്ലത്, വേറെ ആശുപത്രി കൊണ്ടുപോ, എങ്കിലേ പുള്ളിയെ രക്ഷപ്പെടുത്താൻ പറ്റൂ പറഞ്ഞിട്ട് തിരിഞ്ഞത് പുള്ളി ഡെത്തായി. രാവിലെ 5:30 പോലീസിനെ വിളിച്ചു. പോലീസ് വന്ന് എഴുതിയെടുത്തോണ്ട് പോയി. വേറെ ഒന്നും ചെയ്തില്ല. പോലീസിനെ വിളിച്ചു, ഡോക്ടർമാരെ വിളിച്ചു. ആ ബോഡിയെ മരിച്ച ഡെത്തായെന്ന് പോലും ഇല്ലാതെ വെന്റിലേറ്ററിൽ ഇട്ടുകൊണ്ട് നേരെ എടുത്തോണ്ട് പോയി ആൻജിയോഗ്രാം ചെയ്തു. ആൻജിയോഗ്രാം ചെയ്തോ ഇല്ലെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അവർ CD തന്നിട്ടില്ല, ഡ്രൈവ് തന്നിട്ടില്ല, ഒന്നും തന്നിട്ടില്ല. ഇതിന്റെ ഒന്നും സത്യാവസ്ഥ നമുക്ക് അറിഞ്ഞൂടാ. 48 മണിക്കൂർ ഒബ്സർവേഷൻ വേണമെന്ന് പറഞ്ഞു. ഇപ്പോഴ് ഒന്നുമില്ല. ഇപ്പോഴിവിടുന്ന് കൊണ്ടുപോകണം. ഇവിടുന്ന് കൊണ്ടുപോയില്ലെങ്കിൽ അവർക്ക് കേൾക്കാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ പറ, എന്ത് ചെയ്യണം? നിങ്ങൾ പറ, അവർ കേൾക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഇവിടെ വെച്ച് തന്നെ സംസാരിക്കും.
ഇവിടെ വെച്ച് നിങ്ങൾ എല്ലാവരും കേരളം സംസാരിക്കണമെന്നാണ് ഇവിടെ കൊണ്ടുവന്നത്. 30 ദിവസമായ കൊച്ചാണ്. 30 ദിവസമായി എന്റെ ചേച്ചി പ്രസവിച്ചിട്ട് 30 ദിവസമായോ. ആ കൊച്ചിന്റെ അവളുടെ ഞാൻ എന്ത് പറയും? ഫുൾ മീഡിയക്കാരെ വിളിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൈരളി ന്യൂസ്, എല്ലാ ന്യൂസ് ചാനലിലെ വിളിച്ചു. ഒറ്റ ആൾക്കാർ ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. കാരണം എന്റെ അച്ഛൻ ഇതേപോലെ രാജ്യത്തോടെ കൺസൾട്ട് പേഷ്യന്റാണ്. ഇനി എന്റെ അച്ഛൻ ഇതേ അവസ്ഥ തന്നെ വരാം. അപ്പൊ നിങ്ങൾ ആരും ഉണ്ടാതിരിക്കുക. അവർ സൗകര്യതായ ഒരു സഹോദരനാണ്. അവയെ മരിച്ചുപോയതാണ്. ഞാൻ ആരും അല്ല. പേപ്പറിൽ എനിക്ക് തന്നെ വിഷമമാകുന്നുണ്ട്. കാരണം കുഞ്ഞൊക്കെ ഉള്ളതെന്ന് കാരണം നടന്നതിന്റെ വിഷമം. അതെ, നൂലെട്ടാണ്. അപ്പൊ എനിക്ക് തന്നെ കേൾക്കും വിഷമമായി. കാരണം എന്റെ അച്ഛൻ ഇതേ പേഷ്യന്റ്, ഡോക്ടറിന്റെ പേഷ്യന്റാണ്. അപ്പൊ ഞാൻ ഇത് എന്ത് വിശ്വസിച്ച് ഞാൻ കൊണ്ടേ കാണിക്കും? ഇത് ഒന്നല്ല, ഇന്ന് ഫസ്റ്റ് ഡെത്ത് രണ്ടുപേര് ആൻജിയോഗ്രാം വിഷയം കംപ്ലൈന്റ് ആണെന്നുള്ള പേരിൽ 2 പേര് ഡെത്തായി. അവര് ആ പേഷ്യൻസ് കാല് പിടിച്ചവര് കൊടുത്തില്ല. മരിച്ചു കിടക്കുന്ന ആളെ തിരിച്ചു കിട്ടിയൊന്നുമില്ല. പക്ഷെ ഇതിന് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിന് നമുക്ക് 5 മണിക്കൂർ നമ്മളെ ഇട്ടുകൊണ്ടിരുന്ന 5 മണിക്കൂർ നമുക്ക് അറിയാൻ പറ്റും. അതിന് തന്നെയാണ് ഇത്ര ഇഷ്യൂ ഉണ്ടാകുന്നത്. സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഇതേപോലെ ഗതികളുണ്ടാവും. കാരണം നമ്മൾ അറിയാതെ പോയി കഴിഞ്ഞാൽ ഞാൻ ഇതേപോലെ ഇതേ അവസ്ഥയിൽ ചേട്ടാ 2 മണിക്കൂർ കൊണ്ട് അവിടെ വന്നിരിക്കുകയാണ്. ഉള്ള മീഡിയാസിനെ മൊത്തം വിളിക്കാനില്ല. നമ്മൾ 4 പേര് 2 മണിക്കൂർ കൊണ്ട് വിളിക്കുകയാണ്. ഒരു മീഡിയാസ് വന്നിട്ടില്ല. ഒറ്റ ആൾക്കാർ തിരിഞ്ഞു നോക്കി. രാവിലെ വന്നപ്പോഴേ 5 മിനിറ്റുള്ള ഫുട്ടേജ് എടുത്തോണ്ട് പോയി. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഡിലീറ്റ് ആയി. പിന്നെ ആരും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ജനൻ TV ഇവിടെ വന്ന് ഫുട്ടേജ് എടുത്തോണ്ട് പോയി. ആ ഫുട്ടേജ് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. ആ ഡോക്ടർ, ഇവിടുത്തെ മെഡിക്കൽ സൂപ്രണ്ട് ശ്യാമ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറഞ്ഞ ചെയ്യും. നമ്മൾ ആദ്യമായിട്ടല്ലേ ഇത് കാണുന്നത്. ഞങ്ങൾ ഇത് സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുക. മെഡിക്കൽ സമ്മറി നമുക്ക് തന്നിട്ടില്ല. ആൻജിയോഗ്രാം ചെയ്ത ഡീറ്റെയിൽസ് തന്നിട്ടില്ല. പേഷ്യന്റിനെ നമ്മൾ ഇപ്പോഴാണ് കാണുന്നത്. 5 മണിക്കൂറായി പേഷ്യന്റ്, 8 മണിക്കൂറായി. ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട് ഇവർ ആദ്യം വരുന്നത് തലസ്ഥാനത്തെ ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിലാണ്. അവിടെ നിന്ന് നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഗുരുതരമായിട്ടുള്ള, അവർക്ക് പരിഹരിക്കുവാൻ പറ്റാത്ത രീതിയിലുള്ള അസുഖമാണ്. ഹൃദ്രോഗത്തിൻ്റെയുമായി ബന്ധപ്പെട്ടുള്ള ലക്ഷണങ്ങളാണ്. ഇത് മനസ്സിലാക്കിയ ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റൽ ഇവരെ SK ഹോസ്പിറ്റലിലേക്ക് പോകുവാൻ പറയുകയാണ്. അപ്പോൾ ഇവർ പറഞ്ഞു അവർക്ക് കൂടുതൽ പരിചയമുള്ള ശ്രീചിത്ര അതുപോലുള്ള മറ്റു ഹോസ്പിറ്റലിലേക്ക് പൊക്കോളാം. അപ്പം പറഞ്ഞു അങ്ങോട്ട് പോകണ്ട, ഞങ്ങൾക്ക് പരിചയമുള്ള ഹോസ്പിറ്റലാണ്. ഞങ്ങളുടെ ഫയൽ കാണുമ്പോൾ തന്നെ അവിടെ നിങ്ങൾക്ക് ഏറ്റവും വിദഗ്ധമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് അവിടെ കിട്ടും. എത്രയും പെട്ടെന്ന് നിങ്ങൾ SK ഹോസ്പിറ്റലിലേക്ക് പോവുക എന്ന് ഈ ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലുകാർ നിർബന്ധം പിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് പരിചയമുള്ള കൂടുതൽ സൗകര്യമുള്ള ഹോസ്പിറ്റലിലേക്ക് പോകാതെ SK ഹോസ്പിറ്റലിലേക്ക് വന്നത്. SK ഹോസ്പിറ്റൽ വിശാലമായ സൗകര്യങ്ങളുണ്ട്. തലസ്ഥാനത്തെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ സമുച്ചയങ്ങളിൽ ഒന്ന് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അങ്ങനെ SK ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷമുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കണ്ടത്. ഈ ഹൃദ്രോഗം ബാധിച്ച് വന്ന ആൾക്ക് രോഗമില്ല, ഹൃദ്രോഗം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് ഇനി വീട്ടിൽ പോകാം എന്നൊക്കെ പറഞ്ഞ് ഈ ഹോസ്പിറ്റലുകാർ ഏതാണ്ട് മണിക്കൂറുകളോളം, 5-6 മണിക്കൂറുകളോളം അവിടെ ഈ രോഗിക്ക് ചികിത്സ കൊടുക്കാണ്ട് ഇടുകയും അതിനുശേഷം ഹാർട്ട് അറ്റാക്ക് വന്ന് ഈ രോഗി ഹൃദയ സംബന്ധമായ അസുഖം മൂലം മരിക്കുകയായിരുന്നു. അതിൻ്റെ ക്രിട്ടിക്കൽ സ്റ്റേജ് എല്ലാം ഡോക്ടർമാരും ആശുപത്രിയുടെ ജീവനക്കാരും നോക്കി നിന്നു എന്നാണ് ദൃക്സാക്ഷി കൂടിയായിട്ടുള്ള അനുജൻ വീട്ടുകാർ വെളിപ്പെടുത്തുന്നത്. എന്താണെങ്കിലും ഇതൊക്കെ ഒരു നഗ്ന സത്യവും യാഥാർത്ഥ്യവുമാണ്. അതിനുശേഷം മരണം കഴിഞ്ഞ് ഇവർ സർജറിക്ക് വിധേയമാക്കി എന്നുള്ള ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തൽ ഇപ്പോൾ ഈ കുടുംബം ഉന്നയിക്കുകയാണ്. മരണപ്പെട്ടയാളെ വെന്റിലേറ്ററിലേക്ക് മാറ്റി, ഡെഡ് ബോഡി വെന്റിലേറ്ററിൽ ഇട്ടു. അതിനുശേഷം ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി സർജറി, അത്തരം രീതിയിലുള്ള നടപടിക്രമങ്ങൾക്ക് വിധേയമാക്കി എന്നുള്ള സംശയം ഇപ്പോൾ ഈ കുടുംബം ആരോപിക്കുകയാണ്. പക്ഷേ അതിൻ്റെ CD-കളും മറ്റും കിട്ടിയിട്ടില്ല. അതായത് മരണശേഷമാണ് മാത്രമാണ് അദ്ദേഹത്തിന് വളരെ ഗുരുതരമായ ഹാർട്ട് അറ്റാക്ക് ബാധിച്ച് വന്നിട്ടുള്ള ഒരു രോഗിക്ക് ആവശ്യമായിട്ടുള്ള പരിഗണനയും ചികിത്സയും കിട്ടിയത്. പ്രഥമ ദൃഷ്ട്യാ ഈ വീഡിയോ ദൃശ്യങ്ങൾ നമുക്ക് കാണുമ്പോൾ, ഹോസ്പിറ്റലിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ട്. അധികൃതരുടെ ഭാഗത്തു നിന്ന് വളരെ വ്യക്തമായിട്ട് രോഗിക്കും രോഗിയുടെ കുടുംബത്തിനും വേണ്ട ഒരു വൈദ്യസഹായവും ഉപദേശവും നിർദ്ദേശവും കൊടുക്കുന്നതിൽ ഹോസ്പിറ്റൽ പരാജയപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ദൈവം എന്നൊക്കെയാണ് ഡോക്ടർമാരെ വിശേഷിപ്പിക്കുന്നത്. ഇതേ ദൈവത്തിന് തന്നെ ജീവനെടുക്കാനുമുള്ള ചില അധികാരം അല്ലെങ്കിൽ ജീവനെടുക്കാനും സാധിക്കും. അത്തരം സാഹചര്യങ്ങൾ
കാര്യങ്ങളിൽ ഡോക്ടർമാരെ നമ്മൾ എന്താണ് വിളിക്കേണ്ടതെന്ന് അറിയത്തില്ല. ഇത്തരം ചികിത്സാ പിഴവുകൾ കേരളത്തിലെ ഹോസ്പിറ്റലുകളിൽ എപ്പോഴും ഉണ്ടാകാറുണ്ട്. മറ്റ് രാജ്യങ്ങളിലൊന്നും ഇതുപോലെ ഇന്ത്യ ഒരു വലിയ ദരിദ്ര രാജ്യമൊന്നുമല്ല, വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ്, ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. ഇത്തരം പാശ്ചാത്യ രാജ്യങ്ങളിൽ പോലും ഇല്ലാത്ത ചികിത്സാ സംവിധാനം കേരളത്തിലും ഇന്ത്യയിലുമുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും പാശ്ചാത്യ രാജ്യങ്ങളിലെ മെഡിക്കൽ എത്തിക്സ് ഒന്നും നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടാറില്ല. നമ്മൾ കഴിക്കുന്ന ഗുളിക എന്ത് മരുന്നിനാണ്, അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്താണ്, എന്തിനാണ് ഇഞ്ചക്ഷൻ വെക്കുന്നത്, ഇതൊന്നും പറയാണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് മരുന്നുകളും ഒക്കെ ഇവർ കയറ്റാറുണ്ട്. അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റിനെ സംബന്ധിക്കുന്നിടത്തോളം ഡോക്ടർ സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കുന്നു. കുടുംബവും രോഗിയുമായി പങ്കുവയ്ക്കാറില്ല. സ്വന്തം നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നു. ക്രോസ് ചെക്കുകൾ ഒന്നും നടത്താറില്ല. ഒരു മനുഷ്യജീവന് വലിയ ഒരു വിലയും കൊടുക്കാറില്ല ഹോസ്പിറ്റലുകൾ. ഇത്തരം നെഗ്ലിജൻസുകൾ, ചികിത്സാ പിഴവുകൾ സാധാരണ ഹോസ്പിറ്റലുകളിൽ ഉണ്ടാകുമ്പോൾ അതിനെതിരെ നിയമ നടപടികളോ കേസുകളോ ഒരിക്കലും ഫലവത്താകാറില്ല. 90% കേസുകളും പരാജയപ്പെടുകയാണ്. കാരണം ഈ കോടതികളിൽ എക്സ്പേർട്ടുകളായിട്ട് കയറി വരുന്നത് എക്സ്പേർട്ട് ഒപ്പീനിയൻ, ഇതൊരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണെങ്കിൽ പോലും ഡോക്ടറുടെ അഭിപ്രായമാണ്. ആ ഡോക്ടറാണ് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ എവിഡൻസുകളും തെളിവുകളും നൽകേണ്ടത്. പക്ഷേ കോടതികളിൽ എത്തുമ്പോൾ ഇത്തരം മെഡിക്കൽ എവിഡൻസുകൾ നൽകുന്ന ഡോക്ടർമാർ ഒരിക്കലും ഡോക്ടർമാർക്കെതിരായിട്ടുള്ള തെളിവുകളും സാക്ഷിമൊഴികളും നൽകാറില്ല. അങ്ങനെ ഡോക്ടർമാർക്കെതിരായിട്ടും ഹോസ്പിറ്റലുകൾക്കെതിരായിട്ടും മൊഴികൾ നൽകാതെ ഈ വലിയ ഒരു മാഫിയ സംഘത്തിൻ്റെ പിടിയിലാണ് ഇത്തരം ചികിത്സാ പിഴവുകളിൽ സാധാരണക്കാർക്ക് നീതി കിട്ടാത്ത. ഇത്തരം 10 കേസുകളിലെങ്കിലും നീതി കിട്ടിയാൽ കേരളത്തിലെ ഹോസ്പിറ്റലുകളിൽ ചികിത്സാ പിഴവുകൾ ഒരു പരിധിവരെ എങ്കിലും ഒഴിവാകും. ഇതിന് വേണ്ടത് ഇത്തരം കേസുകളിൽ ഒരു അർദ്ധ ജുഡീഷ്യൽ സംവിധാനം തന്നെ തെളിവെടുപ്പിനും അതുപോലെ തന്നെ വിദഗ്ധ ഉപദേശങ്ങൾക്കും എക്സ്പേർട്ട് ഒപ്പീനിയനുമായിട്ട് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ കോടതികളോ അതിനുള്ള വഴി കണ്ടെത്തണം. കള്ളനെ കുറുക്കനെ തന്നെ കോഴിയെ സംരക്ഷിക്കാൻ ഏൽപ്പിച്ചതുപോലെ സ്വന്തം കൈപ്പിഴവുകൾക്കും സ്വന്തം ചികിത്സാ പിഴവുകൾക്കും അതേ ഡോക്ടർമാരെ തന്നെ തെളിവുകൾക്കും സാക്ഷികളുമായി വിസ്തരിക്കുന്ന ഏറ്റവും ഒരു പഴകിയ അറുപഴഞ്ചൻ സംവിധാനത്തിൽ നിന്നാണ് ഇത്തരം ചികിത്സാ പിഴവുകൾക്ക് സാധാരണക്കാർക്ക് നീതി കിട്ടാതെയും തെളിവില്ലാതെയും പോകുന്നത്. ഒടുവിൽ ഇത്തരം പകൽ പോലെ സത്യമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും പാവപ്പെട്ട ഈ കേസിൽ പോലും ഇവർക്ക് നീതി കിട്ടുമോ എന്നറിയത്തില്ല. അത്തരം രീതിയിലാണ് നമ്മളുടെ നാട്ടിലെ ചികിത്സാ പിഴവുകളായിട്ടുള്ള എല്ലാ കേസുകളും ഒടുങ്ങുന്നത്. ഇത് അത്തരത്തിലുള്ളൊരു കേസ് ആകാതിരിക്കട്ടെ. പരസ്യമായിട്ടുള്ള ഇതിനകത്ത് വസ്തുതയുണ്ട് എന്ന് ഈ ബന്ധുക്കൾ ഇത്തരത്തിൽ തുറന്നു പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുകയാണ്.